നമസ്കാരം. കൊച്ചിൻ കലാഭവൻ മിമിക്സ് പരേഡിലൂടെ വന്ന ജയറാം പ്രേം നസീറിന്റെ ശബ്ദ അനുകരണത്തോടെ മിമിക്രിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതിനുശേഷം 1988 പത്മരാജൻ സംവിധാനം ചെയ്ത അപരൻ എന്ന സിനിമയിലൂടെയാണ് ജയറാമിന്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത്. അതിൽ ജയറാമിന് പ്രധാന വേഷമായിരുന്നു. ആദ്യമായി നായിക വേഷത്തിലെത്തുന്ന ജയറാമിന്റെ ഒരു അപൂർവ ഭാഗ്യമായിരുന്നു ആ സിനിമ. വിജയിക്കുകയും ചെയ്തു. തുടർന്ന് പത്മരാജന്റെ ധാരാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെല്ലാം വിജയപഥത്തിൽ എത്തുകയും ചെയ്തു. പിന്നീട് സത്യൻ അന്തിക്കാട്, രാജസേനൻ തുടങ്ങിയ പ്രശസ്ത സംവിധായകരുടെ സിനിമയിൽ ഒട്ടനവധി ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയുവാൻ പറ്റുന്ന ചിത്രങ്ങൾ വീണ്ടും ചില വിട്ടുകാര്യങ്ങൾ, സന്ദേശം, മേലപ്പറമ്പിലെ ആൺവീട്, മഴവിൽ കാവടി, തലയണ മന്ത്രം, വർത്തമാനകാലം, ഇതുപോലെ എടുത്തു പറയാൻ പറ്റിയ സിനിമകൾ ധാരാളമുണ്ട്. ഈ സിനിമകളൊക്കെ ജനശ്രദ്ധ ആകർഷിച്ച സിനിമകൾ ആയിരുന്നു. മലയാളത്തിൽ ഏകദേശം 200-ലധികം സിനിമകൾ അഭിനയിച്ചിരുന്നു. നിരവധി അവാർഡുകളും ലഭിച്ചിരുന്നു. രാജ്യത്തിന്റെ പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു. അതുപോലെ തമിഴ് സിനിമകളിലും തിളങ്ങി നിന്നിരുന്ന കാലമുണ്ടായിരുന്നു. ഗോകുലം, പുരുഷലക്ഷണം, കോലങ്ങൾ, തെന്നാലി തുടങ്ങിയ നിരവധി സിനിമകളിലും ജയറാം അഭിനയിച്ചിരുന്നു. തെന്നാലി എന്ന സിനിമയ്ക്ക് തമിഴ്നാടിന്റെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു. മറ്റു ഭാഷാ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മലയാള സിനിമയിൽ നിന്നും ജയറാം അപ്രത്യക്ഷമായോ എന്ന് പ്രേക്ഷകർ സംശയിക്കുന്നു. ഹോസ്റ്റലർ എന്ന മലയാള സിനിമയിലൂടെ ജയറാം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു. എന്നാൽ ജയറാമിനെ കാണാനില്ല. ജയറാമിന്റെ ആരാധകർക്ക് വലിയ ദുഃഖമുണ്ട്. ഒരു കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ താരമായിരുന്ന ശങ്കറിന് പറ്റിയതുപോലെ ജയറാമിനും സംഭവിക്കുമോ എന്ന് പ്രേക്ഷകർ കരുതുന്നു. ശങ്കർ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു. യുവാക്കളുടെയും യുവതികളുടെയും ഹരമായിരുന്നു ശങ്കർ. തമിഴിലും ഒരു താരം തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹം മലയാള സിനിമയിൽ നിന്നും ഒരു നീണ്ട വർഷക്കാലം മാറി നിൽക്കേണ്ട സാഹചര്യം വന്നു. പിന്നീട് ശങ്കർ മലയാള സിനിമയിലുള്ള സ്വാധീനം കുറഞ്ഞുപോയി. ഈ സമയം മോഹൻലാലും മമ്മൂട്ടിക്കും അവസരങ്ങൾ കൂടി വന്നു. അവർ അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചു. സ്വാഭാവികമായി അവർ വളർന്നു സൂപ്പർ താരങ്ങളായി. ശങ്കർ അന്നും മലയാള സിനിമയിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം വന്നില്ലായിരുന്നെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒരുപക്ഷെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തുവാൻ സാധ്യത കുറവായിരുന്നേനെ. ഇപ്പോൾ തമിഴ് സിനിമയിലും ജയറാമിന് മുഖ്യ വേഷങ്ങളിൽ ഒന്നും കിട്ടുന്നില്ല. ചെറിയ ചെറിയ വേഷങ്ങളാണ് അദ്ദേഹത്തെ തേടി എത്താറുള്ളത്. അത് ജയറാമിന്റെ ആരാധകർക്ക് വലിയ അമർഷമുണ്ട്. മലയാള സിനിമാ സംവിധായകർ ജയറാമിനെ ഉപേക്ഷിക്കുകയാണോ? എന്നാൽ മലയാള പ്രേക്ഷകർ ഒരിക്കലും ജയറാമിനെ ശങ്കറിനെയും ഉപേക്ഷിക്കുന്നില്ല. ഇന്ന് മലയാള സംവിധായകർ തിരിച്ചറിയണം. ഇവ രണ്ടുപേരും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ പ്രേക്ഷകർ. സാരംഗി ന്യൂസ്.